ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മദേഴ്സ് ഡേ പേപ്പർ ക്രാഫ്റ്റ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലൊരു 4-5 ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് തന്നെ ഗ്രേഡ് 1 കുട്ടികൾക്കും അതേപോലെ KG കുട്ടികൾക്കൊക്കെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. അവർക്ക് തന്നെ തനിച്ച് ചെയ്യാൻ പറ്റിയ വർക്ക് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടത് സ്ക്വയർ ഷേപ്പിൽ ഒരു പേപ്പറാണ്. ഏത് സെൻറ്റിമീറ്ററിൽ വേണമെങ്കിലും എടുക്കാം. ഇവിടെ 21x21 എന്നുള്ള സൈസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 3 ആയിട്ട്, അതായത് 9 ബോക്സസ് ആയിട്ട് സ്പ്ലിറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് 7-7-7 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഫോൾഡ് ചെയ്യണം. അപ്പോൾ 7x7 സെൻറ്റിമീറ്ററിൽ 9 ഈക്വൽ ബോക്സസ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഓരോ ബോക്സും 7x7 എന്നുള്ള സൈസിലാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ 4 എഡ്ജസിലുള്ള ബോക്സും നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോഴാണ് നമുക്ക് ബോക്സ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ 4 എഡ്ജിലുള്ള സ്ക്വയറും നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ മേലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കവർ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് 7x7 ആയതുകൊണ്ട് തന്നെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 9x9 എന്നുള്ള സൈസിൽ എടുക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയ കവർ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു കോർണറിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതൊരു ബോക്സ് പോലെ ആക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ചെറിയ കട്ടിങ് എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒട്ടിച്ച് വെക്കുക. അപ്പം ഒരു ബോക്സ് കവറാവും. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഈ 7x7 എന്നുള്ള ബോക്സിൻ്റെ സെൻറ്ററിലൊക്കെ ഒട്ടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കുക. അത് 5x5 എന്നുള്ള സൈസിൽ എടുക്കുക. അതേപോലെ തന്നെ അടുത്ത ലെയർ നമുക്ക് വേറെ ഏതെങ്കിലും കളറിൽ 3x3 എന്നുള്ള സൈസിൽ എടുക്കുക. ഇത് ജസ്റ്റ് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ സൈഡിലൊക്കെ ഒരു വെയിറ്റ് കൊടുക്കുമ്പോഴാണ് ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ, ആ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുള്ളൂ. അപ്പോൾ അതിനൊരു വെയിറ്റിന് വേണ്ടിയിട്ടുമാണ്, ഭംഗിക്ക് വേണ്ടിയിട്ടുമാണ്. ഇനിയിപ്പോൾ പേപ്പറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെയിറ്റിലൊരു ക്രാഫ്റ്റ്, എന്തെങ്കിലും ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലും മതി. അപ്പോൾ കുറച്ചൊരു ലൈറ്റായിട്ടൊരു വെയിറ്റ് വേണം. ഇതുപോലെ 2-3 കളറിൽ ബോക്സ് ആയിട്ട് ഒട്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ ഏതെങ്കിലും ഷേപ്പിൽ ഒട്ടിക്കുമ്പോൾ അത് കാണാൻ നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് എടുക്കുമ്പോൾ കണ്ടില്ലേ, നല്ലൊരു ബോക്സ് പോലെ കുറച്ച് ഫിക്സ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫോട്ടോ ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ബോക്സിനെ വെക്കുക. അത് നമ്മൾ ഓരോരുത്തർ ക്രിയേറ്റീവ് പോലെ. ഇപ്പോൾ ഇത് മോൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് May 10th ഞാനിത് ഗിഫ്റ്റ് വെച്ച് തരുമെന്നൊക്കെയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഏജിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഇതിൽ മെഷർമെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ മാത്സ് എന്തിനാണെന്നുള്ളത്, മെഷർമെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇതുപോലത്തെ വർക്കൊക്കെ നല്ലതാണ്. സൂപ്പർ. ഹാപ്പി മദേഴ്സ് ഡേ. കണ്ടോ ഏട്ടൻ്റെ ഗിഫ്റ്റ് കണ്ടോ? ഇനി രണ്ടാമത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റൽ കവർ മാതിരിയുള്ള ആ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടത് A4 സൈസ് പേപ്പർ തന്നെ. അതിൻ്റെ 4 എഡ്ജസും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ 4 എഡ്ജസും ചെയ്യണം ഇതേപോലെ, ടോപ്പും ബോട്ടമും. ആ 4 എഡ്ജസിൻ്റെ ഫോൾഡിങ്ങും കഴിഞ്ഞതിൻ്റെ ശേഷം ഈ സെൻറ്ററിലുള്ള ബാക്കി പാർട്ട് ഇതേപോലെ മിഡിലേക്ക് കൊണ്ടുവരിക. നടുവിൽ കാണുന്ന ആ മടക്ക് അതുവരെ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുക.
നമുക്കിനി എന്തെങ്കിലും എഴുതാനുള്ള ടെക്സ്റ്റൊക്കെ ഈ ഒരു സൈഡിലാണ് എഴുതേണ്ടത്. ഡിസൈൻ ചെയ്യാനുള്ളതും എന്തെങ്കിലും ഗ്രീറ്റിങ്സും. ഇവിടെയുള്ള ഈ ഫോൾഡിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. കുറച്ചൊന്ന് സ്ലോ മോഷനിൽ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് കാണാം. ബൈ. നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യുന്ന വാട്ടർ കളറും അതിൻ്റെ ആ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഡിസൈനാണ്. അടുത്തത് ഇത് വളരെ സിമ്പിളും അതേപോലെ നല്ല അട്രാക്റ്റീവായ ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. ഇത് ജസ്റ്റ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് ആ ഹാർട്ട് സെൻറ്ററിൽ കട്ട് ചെയ്യാം. എന്നിട്ട് രണ്ട് കണക്ട് ചെയ്തിട്ട് ഒരു പേപ്പർ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ ഈ ഹാർട്ടിൽ ഒരു സൈഡ് എന്തെങ്കിലും ലെറ്റേഴ്സ് എഴുതിയിട്ടും ഒരു സൈഡ് ഫോട്ടോ ഒട്ടിച്ചിട്ടൊക്കെ ആകുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അതിപ്പോൾ ആ മോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഏറ്റവും സിമ്പിളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റ് വർക്കായിരുന്നു ഇത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് രണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഒന്നിന് ഒരു ഫോൾഡ് കൊടുത്തിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് ഗ്ലാസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ ലെറ്റേഴ്സ് വരുന്ന പോലെ അതിലൊരു ഫോട്ടോസൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇത് തെർമൽ ഗ്ലാസ് ആയതുകൊണ്ട് ഫോട്ടോസ് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കാണുന്നത് KG1 ഒരു സ്കൂൾ പ്രോജക്റ്റ് ആയിരുന്നു. മദേഴ്സ് ഡേന് മിസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞത്. എൻ്റെ കൈയും മോൻ്റെ കൈയും ഒരു A4 ഷീറ്റിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തതാണ്. ഇതൊരു വാൾ ഹാങ്കിങ് ക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയൊന്നും കാണാനില്ല. അതേപോലെ ഇത് KG2 പഠിക്കുമ്പോൾ മദേഴ്സ് ഡേന് ചെയ്തതാണ്. ഇത് യൂസ്ഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. ഇത് 1 kgയുടെ യോഗേർട്ടിൻ്റെ ബക്കറ്റ്, അത് അതിൻ്റെ മേലെ കുറച്ച് കളർ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച്, പിന്നെ ഈ ട്രീ നമ്മുടെ 7up ഒക്കെ ചെറിയ ബോട്ടിൽ, ഒരു 1/2 ലിറ്ററുടെ ബോട്ടിൽ വെച്ചിട്ട് ട്രീ ആക്കിയതാണ്. പിന്നെ ഈ PGN നമ്മുടെ പേപ്പർ പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. എൻ്റെയും ഇനോഷിൻ്റെതും എൻ്റെതും ഒരു ഫോട്ടോ. ഇനോഷിൻ്റെ ഫോട്ടോ ആയത്. അതെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇനോഷ് താങ്ക് യു പറ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഏട്ടൻ്റെ ഗിഫ്റ്റ് സൂപ്പറാ. ലൈക്ക് ചെയ്യണം. ഏട്ടൻ്റെ ഗിഫ്റ്റ് സൂപ്പറാ. സൂപ്പർ പറ.